ഹേ ഗായ്സ്, രാവിലെ തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് നേരെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. സോ അങ്ങോട്ട് നേരെ നടന്നു. ജിമ്മ് കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ എക്സ്ട്രാ നടക്കാനുണ്ട്. അതാണ് എൻ്റെ ഒരു വർക്കൗട്ട് പ്ലസ് എക്സ്ട്രാ വർക്കൗട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ബ്ലോക്കിൽ പെട്ടു. അമ്മുവാണുള്ളത് കൂടെ. നേരെ ആലുവയിൽ ഒരു ATM കയറി. 2 AC ഉണ്ട്, അത് ഓർക്കണം. 2 ACയും വർക്ക് ചെയ്യത്തില്ല. പക്ഷേ അത്ര നേരം ATM കാർഡ് എടുക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആണല്ലോ, അതും ഇല്ല. വെറുതെ എന്തിനാണോ ആ 2 AC. പിന്നെ ഒരു ജ്യൂസ് കുടിച്ചു. ഞാൻ വിത്തൗട്ട് ഷുഗർ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു. ഓക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട്? പിന്നെ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ഡെക്കാത്തലോണിൽ ഇറങ്ങി. ജാനുവരി 18-ഉം 19-ഉം അവിടെ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ട് ഇറങ്ങി തിരിച്ചതാണെന്ന് അർത്ഥം. എനിക്കൊരു ഗ്ലൗസ് വേണമായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പല സൈസിൽ അവൈലബിൾ ആണ്. കുറേ പ്രോഡക്റ്റ്സ് ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട്. ആ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഓഫറിൽ കിട്ടുക. ട്രിവാൻഡ്രം ഡെക്കാത്തലോണിൽ പോയത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം ആ ഒരു ഡെക്കാത്തലോണാണ്. ഈ ലോ സപ്പോർട്ട് ബ്രായൊക്കെ 399 ആണ് ഇപ്പോൾ അവിടെ ഓഫർ പ്രൈസിലുള്ളത്. മീൻസ് ആ ഓഫർ ഡേറ്റിൽ ഓഫർ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ഈ കാണുമ്പോൾ. ഇതാണ് അവർ മെൻഷൻ ചെയ്ത ഓഫറിലിട്ടിരിക്കുന്ന ഡ്രസ്സസ്. എല്ലാ പ്രോഡക്റ്റ്സിലും അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് ലോങ് ടൈം യൂസിന് അടിപൊളിയാണ്. 299 ഈ ഒരു ടീഷർട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ലൂസ് വരുന്ന ലെങ്ത്തും ആയതുകൊണ്ട് ഞാനത് തിരിച്ചു വെച്ചു. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ജിമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ എനിക്ക് പണ്ടത്തെക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കിഡ് സെക്ഷനിലൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. 799 ഈ ഒരു തൊപ്പി വന്നിട്ട് അടിപൊളിയായിരുന്നു. നല്ല കംഫർട്ടബിളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അത് 799 ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെയും കുറച്ച് സാധനങ്ങൾ കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. ഞാൻ ട്രിവാൻഡ്രം ഡെക്കാത്തലോണിൽ പോയപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു 3-4 ചെറിയ ചെറിയ ഐറ്റങ്ങളെ മേടിച്ചിട്ടുള്ളെങ്കിലും അവിടുന്ന് കിട്ടുന്ന കവർ ഒരു വലിയ പേപ്പറിൻ്റെ കവറാണ്. അത് എക്സ്ട്രാ നമ്മൾ 13 റുപ്പീസ് പേ ചെയ്യണം. പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടത് പൊട്ടിപ്പോകും കേട്ടോ, സീരിയസ്ലി. പിന്നെ നേരെ നമ്മൾ ജംഗ്ഷനിൽ ചെന്നു. ജംഗ്ഷനിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും വണ്ടിയും കിട്ടത്തില്ല. പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് ചെന്ന് അങ്ങനെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. ഒരു വക കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. വീട്ടിൽ പോകണം, ഉറങ്ങണം, ക്ഷീണം, അമ്മയെ കാണണം, അങ്ങനെ പല പല കാര്യങ്ങളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? പിന്നെ ഗ്രാനുല ബാറും കഴിച്ച് ഞാൻ കുറച്ച് വെള്ളവും കുടിച്ച് എൻ്റെ വിശപ്പങ്ങ് അടക്കി. ബസ് എടുക്കാനാണ് അതിലും വലിയ പോസ്റ്റ്. ഇനി ഇവളെൻ്റെ കൂടെ വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചത്ത് 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 ഇറങ്ങിയപ്പോഴേ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പോയ സമയത്ത് മീഷോയിൽ ഭയങ്കര ഡിലേ അടിച്ച് കിടന്നിരുന്ന നേരത്തെ ഓർഡർ ചെയ്ത 2 ടീഷർട്ട്, ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ആണ്. സംഭവം വന്നായിരുന്നു. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്തായാലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ലവ് യു ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.